നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഏട്ടാ വാ, ചായ കുടിക്കാം. അനു വന്നത് സത്യനെ കാണാൻ കൂടി വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവനൊരു മുൻധാരണ ഉണ്ടാവുന്ന നല്ലതല്ലേ? എങ്ങനെയെങ്കിലും ഇന്ന് എന്നെ സത്യനെ പറഞ്ഞ് സമ്മതിപ്പിക്കണു. ഇന്ദ്രേട്ടനും ഇവിടെ ഉണ്ടാവണം. നമുക്ക് എല്ലാവർക്കും കൂടെ സംസാരിക്കാം. തക്കതായ കാരണമില്ലാതെ സത്യം നമ്മളെ അവഗണിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. മകനുമില്ലാതെ ശബരീട്ടന് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി അവള് തന്നെയാ, ആ അനിത. നീ എന്താ ആലോചിച്ചോണ്ടിരിക്കാൻ? ഈ ലോകത്തൊന്നും അല്ലല്ലോ. ഞാൻ ദയ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഓർക്കായിരുന്നു രഘുവേട്ട. അവൾ അനിതയെക്കുറിച്ച് പറഞ്ഞതില് എന്തെങ്കിലും സത്യം ഉണ്ടാവോ? ഏയ്, ശബരിക്ക് ഒരിക്കലും അങ്ങനെയൊന്നും ആവാൻ പറ്റില്ല അമ്പിളി. അവനെ എനിക്കറിയാം. ശബരി എനിക്കും വിശ്വാസമാ. പക്ഷേ അനിത എങ്ങനെയുള്ള ആളാന്ന് ഇങ്ങനെ അറിയാം? ഒരുത്തി തുനിഞ്ഞിറങ്ങിയ ഒരാണിന്റെ മനസ്സിളക്കാനാണോ പാട്? നിനക്ക് ശബരി വിശ്വാസമാണല്ലോ, അപ്പൊ പിന്നെ അനിതയും കുറ്റപ്പെടുത്തണ്ട. അല്ല, അനിതയുടെ ഹസ്ബൻഡ് സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ദയ ഇങ്ങനൊരു അപവാദം പറയോ? സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഇല്ലാക്കഥ പറഞ്ഞിട്ട് ദയക്ക് എന്ത് കിട്ടാനാ രഘുവേട്ടാ? അത് അവളോട് തന്നെ ചോദിക്കണം. എന്തെങ്കിലും അവൾക്കത് പറയേണ്ടി വരും. ഞാനൊന്ന് പുറത്തു പോവാ. നിനക്ക് കടയിൽ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? ആ, കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചോ. വാസന്തി, വാസന്തി, അല്ല വാസന്തി ഇവിടെ അനിതേ? അമ്പലത്തിൽ പോയിരിക്കുക. അല്ല, ധനേട്ടന് ചായ വേണോ? ചായ ഞാൻ പുറത്തുനിന്ന് കുടിച്ചു. അനിതേ, ഇതങ്ങ് അടുക്കളയിലോട്ട് കൊണ്ടുവച്ചോ. വാസന്തി വാങ്ങിക്കാൻ പറഞ്ഞതാ. അല്ലെങ്കിൽ പിന്നെ ഇതിന്ന് 2 ഓറഞ്ച് അങ്ങ് എടുത്തിട്ടേ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയാലോ അനിതേ? എനിക്കാണെങ്കിലേ ഫ്രഷ് ജ്യൂസ് കുടിക്കാൻ അങ്ങ് തോന്നുക. ഞാൻ സന്ധ്യവിളക്ക് കത്തിക്കാൻ തുടങ്ങിയ ധനേട്ട. വാസന്തി ചേച്ചി അമ്പലത്തിൽ നിന്ന് വരുമ്പോ ധനേട്ടന് ജ്യൂസ് ഉണ്ടാക്കി തരാൻ ഞാൻ പറഞ്ഞോളാം. എന്റെ ഭാര്യയോട് ജ്യൂസ് ഉണ്ടാക്കി തരാൻ നീ പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ തന്നെ പറഞ്ഞാ പോരെ? ശബരിയാണ് ജ്യൂസിന് ഇപ്പൊ പറഞ്ഞെങ്കിൽ നീ ഓടിപ്പോയി ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നല്ലോ. അതെ, ധനേട്ടൻ പറയുന്ന പോലെ ശബരി പറയില്ല. ഞാൻ അവന്റെ ഏട്ടത്തിയമ്മയാണെന്ന് അവന് നല്ല ബോധ്യമുണ്ട്. ധനേട്ടൻ പക്ഷേ എന്നെ ഒരു അനിയത്തിയായിട്ടല്ല കാണുന്നേ. ധനേട്ടനെ നീ ഇങ്ങനെ ഒതുക്കാൻ നോക്കല്ലേ മോളെ. ഞാൻ പലതും കണ്ടില്ലെന്ന് നടിക്കുന്നതേ പലതും കണക്ക് കൂട്ടിയ. ഒരു പാല ഇട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ അനിതേ? അതെ, നീ പറഞ്ഞത് വളരെ ശരിയാ. ഈ പാലത്തിലെ 1 വേ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോയാലേ പാലത്തിനൊരു സുഖം ഉണ്ടാവട്ടാ. വിളക്ക് വെക്കാറായില്ലേ മോളെ? നീ ഏത് പാലത്തിന്റെ കാര്യമാണ് പറഞ്ഞത്? അത് പിന്നെ ഞാൻ തത്വം പറഞ്ഞതേ ഉള്ളൂ അച്ഛാ. എന്നാലേ ഞാനൊന്ന് കുളിച്ചിട്ട് സന്ധ്യാദീപം തോടണ്ടേ? നമുക്ക് 2 ഓറഞ്ച് ജ്യൂസ് വേണ്ട വേണ്ട വേണ്ട, നീ ചെല്ല്. ഉന്മേഷം കിട്ടും. ആരോട് പറയാനാ? രക്ഷതു.
എടി അങ്ങനെ ഒരു സംശയം നിനക്കുണ്ടെങ്കിലേ നീ അത് അവിടെ വെച്ച് തന്നെ തീർക്കണമായിരുന്നു. അല്ലാതെ നീ അവിടെ നിന്ന് ഇറങ്ങി പോന്നാലേ അതവർക്ക് കൂടുതൽ സൗകര്യം ചെയ്തു കൊടുക്കലല്ലേ. അവിടെ വെച്ച് ഞാനിത് പറഞ്ഞ ആ വീട്ടിൽ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് അമ്പിളി ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഓ, രണ്ടാളും രണ്ടു വിധത്തില് ആ കുടുംബത്തിന് പ്രയോജനമുള്ളവരാ. ശബരീട്ടന്റെ കാശില്ലാതെ ആ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല. പിന്നെ ആ വീട്ടിലെ മുഴുവൻ ജോലിയും ചെയ്യുന്നത് അനിത തന്നെയാ. അവര് രണ്ടുപേരെയും പിണക്കിയ ബാക്കിയുള്ളവരുടെ സുഖജീവിതം നഷ്ടപ്പെട്ടു പോവില്ലേ? അപ്പൊ നീ ആ വീട്ടില് ജോലിയൊന്നും ചെയ്യാറില്ല? അല്ല, നീ പറയുന്നത് കേട്ട എല്ലാ കാര്യങ്ങളും ശബരിയുടെ അനിതയുടെയും പിടിയിലാണെന്ന് തോന്നുമല്ലോ. ഞാൻ ആ വീട്ടില് 2 ദിവസം നിന്നപ്പോ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ദേച്ചിക്ക് അവിടെ ഒരു നിലയും വില ഉള്ളതായിട്ടാ തോന്നിയത്. അന്നൊക്കെ എല്ലാവരോടും ഫൈറ്റ് ചെയ്തിരുന്ന ദേച്ചിക്ക് ഇപ്പൊ എന്താ പറ്റിയേ? അവഗണന. സ്വന്തം ഭർത്താവ് തന്നെ അവഗണിച്ച എന്ത് ചെയ്യും? ഒരു കാര്യത്തിനും എന്നെ ആശ്രയിക്കാതെ എന്നെ കൊണ്ട് ആ കുടുംബത്തിന് ഒരു പ്രയോജനമില്ലെന്ന് വരുത്തി വെച്ചു. സുഖമില്ലാത്ത അച്ഛനെ മുന്നിൽ നിർത്തി എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്ക് മാത്രം നൽകി എന്നെ മോനെ ഒറ്റപ്പെടുത്തി. കറണ്ട് പോയപ്പോ ഉണ്ടായ സംഭവം ഞാൻ പറഞ്ഞല്ലേ. അത് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ദയേ. എടി, നിന്നോട് താഴെ വന്ന് കിടക്കാൻ ശബരി നിർബന്ധിച്ചെന്ന് നീ തന്നെയല്ലേ ഞങ്ങളോടെല്ലാം പറഞ്ഞത്? അതെ, ഞാനും മോനും കിടക്കുന്ന റൂമിൽ കറണ്ട് തരാതെ ബാക്കി എല്ലാവർക്കും സൗകര്യം ചെയ്തു കൊടുത്തിട്ട് എന്നെ താഴ്ത്തി കെട്ടാൻ നോക്കിയാ ഞാൻ അതിന് വഴങ്ങി കൊടുക്കണമല്ലേ? എന്റെ പട്ടി വഴങ്ങും. അതെ, ഭാര്യ എന്ന് പറഞ്ഞ ഭർത്താവിന്റെ അടിമയൊന്നുമല്ല. അങ്ങനെ അടിമയായി വഴങ്ങിക്കൊടുത്തതിന്റെ ബലോ ചീരുവെച്ച് ഇപ്പൊ അനുഭവിക്കുന്ന. ദേ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട കേട്ടോ. നീ ശബരിയെ കുറിച്ച് പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ അവൻ ചെയ്തതിനേക്കാളും വലിയ തെറ്റൊന്നുമല്ല ചീരുവിന് സംഭവിച്ചത്. ചീരു ചേച്ചി തെറ്റ് ചെയ്തെന്ന് അതിന് ദേച്ചു പറഞ്ഞില്ലല്ലോ. വിനയേട്ടൻ ക്രിമിനൽ മൈൻഡുള്ള ആളാണെന്ന് അറിഞ്ഞിട്ടും ചീരു ചേച്ചിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതിനെ കുറിച്ചല്ലേ ദേച്ചു പറഞ്ഞത്? നിർത്തടി. എനിക്ക് പറ്റിയ അബദ്ധം ചൂണ്ടിക്കാണിക്കാൻ നീ ഇവിടെ കാരടി. നീയൊക്കെ എന്താടി വിചാരിച്ചേ? അങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടാൻ മാത്രം വിഡ്ഢിയും ഭീരുമാണ് ചേരുന്നോ? ഈ പാപഭാരം ഞാൻ ചുമക്കാൻ കാരണം നീ അടി. നീ ഒരു തെണ്ടിയുടെ കാറിൽ കയറി കോവളത്ത് പോയൊരു വീഡിയോ ഉണ്ടാക്കിയില്ലേ? ആ വീഡിയോ എടുത്ത ഫോൺ വിനയന്റെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്നും അതെങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്നും പറഞ്ഞ് ഈ രഘുവേട്ടനും അനുചേച്ചിയും കൂടിയാ എന്നെ വീണ്ടും അയാളുടെ വീട്ടിലേക്ക് അയച്ചത്. അറുപ്പും വെറുപ്പായിരുന്നിട്ടും നിന്റെ മാനം കാക്കാൻ വേണ്ടിയാടി ആ മൃഗത്തിന്റെ മുമ്പിൽ വീണ്ടും ഞാൻ നിനക്ക് വേണ്ടിയാടി. മോളെ, ചേച്ചി കേട്ടില്ലേ ഇവള് പറഞ്ഞത്? രഘുവേട്ടൻ കേട്ടില്ലേ ഇവള് പറഞ്ഞത്? ഞാൻ ചെയ്ത തെറ്റിന് ശിക്ഷയാണോ ഞാനിപ്പോ അനുഭവിക്കുന്നത്? രഘുവേട്ടൻ പറ, ആണോ? ആണോ രഘുവേട്ട? വിവരമില്ലാത്ത പിള്ളേരെന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് നീ ഇങ്ങനെ വിഷമിക്കല്ല മോളെ. നീ ചെയ്ത് എന്താണെന്ന് അറിയാമോ? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? എന്നാലും അവള് പറഞ്ഞത് കേട്ടില്ല രഘുവേട്ട. നീ ചീരുവിനെ മുറിയിലേക്ക് കൊണ്ടു. വാ ചിരു മോളെ, വാ. നീ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കരയല്ലേ? വാ, അകത്ത് പോയി കിടക്കാം. അവക്ക് വേണ്ടിയല്ലേ? മുറിയിലേക്ക് കൊണ്ടുപോവാ. നിനക്ക് വേണ്ടിയാ മഞ്ചാടി. നീ വാ, നടക്ക. വാ, കരയല്ലേ? എന്താ മഞ്ചാടിയത്? സോറി രഘുവേട്ട, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ അറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ നിൽക്കരുത്. ചീരുവിനെ കുറ്റപ്പെടുത്താൻ നിനക്കുമില്ല, പിന്നെ ദയക്കുമില്ല യോഗ്യത. ഉണ്ടോ ദേ? ഉണ്ടോ?
വെച്ച് ബുദ്ധിമുട്ടിക്കുകയാണെന്ന് തോന്നരുത്. എൻ്റെ ഒരു ടെൻഷൻ കൊണ്ടാ. ജാതകപ്രകാരം ഇനി അധികം ദിവസങ്ങളില്ല. സത്യൻ ഓക്കെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരാളെ കണ്ടെത്തണമല്ലോ. അതിൻ്റെ ആവശ്യം വരില്ല സാർ. സത്യൻ സമ്മതിക്കാതിരിക്കില്ല. അവനോട് സംസാരിക്കാൻ അനുഭവം വന്നിട്ടുണ്ട്. അനുപമയ്ക്ക് അവനെ സമ്മതിപ്പിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ നിന്റെ അമ്മയെ ആര് പറഞ്ഞ് സമ്മതിപ്പിക്കും ഇന്ദിര? അവരാണെങ്കിൽ സ്ഥലത്തുമില്ല. അമ്മ നാളെ എത്തും സാർ. നാളെ തന്നെ ഒരു മറുപടി ഞാൻ സാറിന് തന്നിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു മറുപടി പോരെ ഇന്ദിര?